അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ജീവിതത്തിൽ വന്നുപോയവർക്കെല്ലാം മനസ്സുകൊണ്ട് അവരുടെ ഒരു വലിയ ആഗ്രഹമാണ് എന്തെങ്കിലും ഒരു വലിയ സമ്മാനം നമ്മുടെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കുക എന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുന്ന, അത് സ്വീകരിച്ചുകൊണ്ട് ആ മുഖത്ത് വല്ലാത്ത സന്തോഷം പ്രകടമാകുന്ന ഒരു സമ്മാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിന്റെ ഒരു വലിയ ആഗ്രഹമാണ്, ഒരു വലിയ ആർത്തിയാണ്. പ്രവാചക പ്രേമത്തിന്റെ കഥകൾ, ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്കതിന്റെ ഇടകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനം കൊടുക്കുവാനായി ഒരു പ്രാവിന്റെ കൂടിന്റെ മുകൾ ഭാഗത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ഒരു പ്രാവിൻ കുഞ്ഞിനെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുകൊടുത്തു എന്ന് ഒരു പിഞ്ചുബാലന്റെ മനോഹരമായ കഥ. ആ പ്രാവിൻ കുഞ്ഞിനെ കൊണ്ടുകൊടുത്ത ആ പ്രിയപ്പെട്ട കുഞ്ഞാഗ്രഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു സമ്മാനം കൊടുക്കുക. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിലേക്ക് ഏറ്റവും വലിയ റാഹത്ത് തോന്നിക്കുന്ന, ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ഒരു സമ്മാനം കൊടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം സഹാബത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. പുന്നാര നബി തങ്ങളുടെ പുഞ്ചിരിയും ആ മുഖത്തെ പൂമുഖത്തെ പ്രകാശവുമെല്ലാം അത്രത്തോളം പ്രിയപ്പെട്ട സഹാബത്തിന്റെ വല്ലാത്ത ആവേശവും ആനന്ദവുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വിലപിടിപ്പുള്ള സമ്മാനവുമായി ഉഖൈദർ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അധികാരമുള്ള, പണവും പവറുമുള്ള, പ്രാപ്തിയുള്ള ഉഖൈദർ രാജാവ് ഒരു വിലപിടിപ്പുള്ള മനോഹരമായ വസ്ത്രവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ഉഖൈദർ രാജാവ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അവിടെ നിന്ന് സ്വീകരിക്കണം. ഒരുപാട് കാലം കൊണ്ട് ഞാൻ ആഗ്രഹിച്ച, ഒരുപാട് കാലം കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട അങ്ങേക്ക് തരണമെന്ന് മനസ്സുകൊണ്ട് കൊതിച്ചു വന്നിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള മനോഹരമായ ഒരു വസ്ത്രവുമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂലെ ഞാൻ അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മുത്തു റസൂലെ അങ്ങിത് സ്വീകരിക്കണമെന്ന് മാത്രമല്ല, അങ്ങിത് സ്വീകരിച്ചിട്ട് വിലപിടിപ്പുള്ളതായതുകൊണ്ട്, കൂടിയ വസ്ത്രമായതുകൊണ്ട് അങ്ങൊരിക്കലും ഇത് ഒഴിവാക്കരുത് റസൂലെ. അങ്ങയുടെ ശരീരത്തിലേക്ക് ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരണം, അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് തരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ ഉഖൈദർ രാജാവിന്റെ മനസ്സിന്റെ ആഗ്രഹത്തിന് വിലങ്ങുതടിയാകാതിരിക്കാൻ ഉഖൈദർ രാജാവ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതുപോലെ ആ വസ്ത്രം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ആഗ്രഹത്തോടുകൂടി കൊണ്ടുവന്നതല്ലേ, ആ മനസ്സിന് സങ്കടമാകണ്ട എന്ന് കരുതി ഉഖൈദർ രാജാവിന്റെ കയ്യിൽ നിന്ന് ആ വസ്ത്രം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാങ്ങുകയാണ്. അകത്തേക്ക് കടന്നുപോയ മുത്തു റസൂൽ താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം അങ്ങോട്ട് മാറ്റിയിട്ട് ഈ രാജാവ് കൊണ്ടുവന്ന് ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം തന്റെ ശരീരത്തിലേക്ക് അണിഞ്ഞുകൊണ്ട് ആ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു പോയപ്പോ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ പുരട്ടാതെ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം അല്ലാഹു കൊടുത്ത മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരുന്ന് പുരട്ടാതെ, ഒരു മോഡൽ വസ്ത്രം ധരിക്കാതെ, ഒരു ഭംഗിയുടെ വാക്കുകളും ആനന്ദങ്ങളും കടന്നു വരാതെ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യ പ്രതീകമായി മാറിപ്പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിലപിടിപ്പുള്ള മനോഹരമായ വസ്ത്രം കൂടി ധരിച്ചു കൊണ്ടുവന്നപ്പോ ആ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ കണ്ടിട്ട് സഹാബികൾക്ക് അത്ഭുതം തോന്നുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ കൗതുകത്തോടെ മുഖത്തോടെ മുഖം നോക്കിയിരിക്കുമ്പോ ആ സഹാബികൾക്കിടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് ധരിച്ചു കൊണ്ടുവന്ന ഈ മനോഹരമായ വസ്ത്രം അവിടുന്ന് എനിക്ക് തരുവോ നബിയെ എന്നൊരു ചോദ്യമായിരുന്നു. സഹാബികളൊക്കെ അത്ഭുതപ്പെട്ടുപോയി. എന്ത് ചോദിച്ചാലും അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ എത്ര വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇരുന്നാലും, ആരെന്തുകൊണ്ട് കൊടുത്താലും മുമ്പിലിരിക്കുന്ന ഒരാൾ അല്ലാഹുവിന്റെ റസൂലേ അത് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കും. ഈ സഹാബി ഇങ്ങനെ ചോദിച്ചപ്പോ സഹാബികളൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എല്ലാവരും ആ പ്രിയപ്പെട്ട സഹാബിയെ കുറ്റപ്പെടുത്തി. എന്തിനാണ് ചോദിച്ചത്? എന്ത് ചോദിച്ചാലും നബി തരുമെന്നറിയില്ലേ? വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത റസൂല് ഇന്ന് ആദ്യമായി അങ്ങനെ മനോഹരമായ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ എന്തിനാണ് ചോദിച്ചത്? ഞങ്ങളൊക്കെ അത് മുത്തു റസൂൽ ധരിച്ചു
ധരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ കൊതിച്ചുപോയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹാബികളിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് കടന്നുപോയി. അടിച്ചിരുന്ന ധരിച്ചിരുന്ന മനോഹരമായ ഉഖൈദർ രാജാവ് കൊടുത്ത മനോഹരമായ വസ്ത്രം അടിച്ചെടുക്കുകയാണ്. ആ വസ്ത്രം കൊണ്ടുവന്ന് ഈ ചോദിച്ച സഹാബിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആ സ്വഹാബിക്ക് മനസ്സിന്റെ അകത്ത് വല്ലാത്ത സന്തോഷമാണ്. ആ വസ്ത്രത്തിലേക്ക് കരഞ്ഞുകൊണ്ട് മുത്തം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ആ മനോഹരമായ വസ്ത്രത്തിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് ആ സഹാബി സരസിലേക്ക് വന്നിരിക്കുമ്പോ കൂടെയിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു, നീ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു, ഒരിക്കലും നീ അത് ചെയ്യരുതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ആഗ്രഹത്തോടെ നിർവഹിച്ചുകൊണ്ട് ധരിക്കാൻ കൊടുത്ത വസ്ത്രമായിരുന്നില്ലേ, എന്തിനാണ് നീ അത് മടക്കി ചോദിച്ചത്, ഒരിക്കലും നീ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സ്വഹാബി ആ സദസ്സിലിരുന്നു കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. വേദനയോടെ, വിതുമ്പലോടെ, വിങ്ങലോടെ ആ പ്രിയപ്പെട്ട സഹാബി പൊട്ടിക്കരയുമ്പോ കൂടെ ഇരിക്കുന്നവർ പറയുന്നു, നീ എന്തിനാണ് കരയുന്നത്, ഞങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാണോ, ആ വസ്ത്രം വാങ്ങിയത് ശരിയല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണോ? ആ സമയത്ത് ആ പ്രിയപ്പെട്ട സഹാബി പറയുകയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നാളെ മദീനയുടെ ഹദറത്തിലേക്ക് നിങ്ങളുടെ സമക്ഷത്തിലേക്ക് വിലപിടിപ്പുള്ള ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് അഹങ്കാരത്തോട് നടന്നു വരാൻ വേണ്ടിയിട്ടില്ല ഞാൻ ഈ വസ്ത്രം റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. നാളെ നിങ്ങൾക്ക് മുന്നിലൂടെ എന്റെ റസൂലുള്ളാഹിയുടെ വസ്ത്രമാണെന്ന് പറഞ്ഞ് ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ടല്ല ഈ വിലപിടിപ്പുള്ള വസ്ത്രം ഞാൻ വാങ്ങിയതെന്നല്ലാതെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞിട്ട് പൊട്ടിക്കറിയുകയാണ്. സഹാബികൾ പറയുന്നു, പിന്നെ എന്തിനാണ് നീ വാങ്ങിയത്, പിന്നെ ആ വസ്ത്രം നീ എന്തിനാ വാങ്ങിയത്? ആ കൂട്ടുകാരൻ പറയുന്ന സഹാബത്തെ, ഈ ലോകത്തിരുന്ന കാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന റൂഹ് പിടിച്ചുകൊണ്ട് പോകുന്ന ഭയാനകരമായ രംഗമുണ്ടല്ലോ. എല്ലാ മനുഷ്യരും തകർന്നു പോകുന്ന, എല്ലാ മനുഷ്യരും തളർന്നു പോകുന്ന, ലോകത്തെ അഹങ്കാരത്തോടെ, അഹമ്മയോടെ, അധികാരത്തോടെ ജീവിച്ചിരുന്നവരാകട്ടെ അവസാനം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭയാനകരമായ നേതൃത്വത്തിന് മുന്നിൽ പിടഞ്ഞു വീണുകൊണ്ട് ആത്മാവ് ഓടിയെടുത്തുകൊണ്ട് പോകുന്ന ദിവസമുണ്ടല്ലോ. അങ്ങനെ ബന്ധുക്കൾ എന്നെ കുളിപ്പിക്കുന്നു, എന്റെ ബന്ധുക്കൾ എന്നെ മറപാടാൻ വേണ്ടി തൊടുക്കിയെടുക്കുന്നു, എന്നെ പൊടിയാൻ വേണ്ടിയിട്ട് 3 വസ്ത്രങ്ങൾ കൊണ്ടുവരുമല്ലോ. ആ വിലപിടിപ്പുള്ള 3 വസ്ത്രങ്ങൾ എന്റെ മയ്യത്ത് പൊരിയുമ്പോ അതിൽ നിന്നൊരു വസ്ത്രം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആ ഒരു വസ്ത്രത്തിന് പകരം എന്റെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന, കുറെ സമയമെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിരുന്ന ഈ മനോഹരമായ വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം എന്റെ ശരീരത്തിലേക്ക് മയ്യത്തിനെ പൊറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആ വസ്ത്രം കൊണ്ട് എന്നെ മയ്യത്ത് പൊറിഞ്ഞാൽ, എന്നെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവച്ചാൽ, മണ്ണറയുടെ മണ്ണറക്കുടിയുടെ ഉള്ളറയിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുവച്ചാൽ ഒരിക്കലും നരകത്തിന്റെ കനൽക്കെട്ടുകൾ വന്നിട്ട് എന്റെ ശരീരത്തെ ഉപദ്രവിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്, എനിക്കുറപ്പാണ്, എനിക്കുറപ്പാണ്. എന്റെ ശരീരത്തെ പുഴുക്കൾ തിന്നില്ല, എന്റെ ശരീരത്തെ ചിലരെടുക്കില്ല. എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യ ശരീരത്തിലേക്ക് കുറെ സമയം ധരിച്ചിരുന്ന മനോഹരമായ ബറക്കത്തുള്ള ആ ഇജ്ജത്തുള്ള വസ്ത്രം ഞാൻ എന്റെ ശരീരത്തിലേക്ക് ധരിച്ചു പോയതുകൊണ്ട് കബറിന്റെ പെരുമാറ്റങ്ങളെ പോലെ സന്തോഷത്തോടെ ലോകാവസാനം വരെ കഴിയാമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ധരിച്ച വസ്ത്രം ഞാൻ വാങ്ങിയത്. എന്റെ ജീവിതത്തിന്റെ അവസാന വസ്ത്രമായിട്ടത് കൊണ്ടുവരാ, എന്റെ ജീവിതത്തിൽ നിന്ന് അവസാനമായിട്ട് ഞാൻ ധരിക്കുന്ന വസ്ത്രമില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ധരിച്ച വസ്ത്രമാകാൻ കൊതിച്ചു പോയത് കൊണ്ടാണ് നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് ഞാനത് വാങ്ങിയതെന്ന് പറഞ്ഞു പോയെങ്കിൽ